8th സ്റ്റാൻഡേർഡ് മാത്സിലെ 4ാമത്തെ ചാപ്റ്ററായ പോളിഗൺസ് ബഹുഭുജങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞാല്? ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഓരോ രൂപങ്ങൾ കാണാലോ. ഇതിന്റെയൊക്കെ സൈഡ്സ് അഥവാ വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതായത് നേർവരകളാണ്. അതേപോലെ ഈ രൂപങ്ങളൊക്കെ നോക്കൂ, ക്ലോസ്ഡ് ആയിട്ടുള്ള രൂപങ്ങളല്ലേ. അപ്പൊ ഇങ്ങനെ വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈനും ക്ലോസ്ഡുമായിട്ടുള്ള രൂപങ്ങളെ പറയുന്ന പേരാണ് പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ. നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പോളിഗൺ ആണ് ട്രയാങ്കിൾ അഥവാ ത്രികോണം. ഇവിടെ നോക്കൂ, ഒരു ലൈന് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം വരയ്ക്കാൻ പറ്റൂലല്ലോ. അതേപോലെ 2 ലൈന് മാത്രം യൂസ് ചെയ്തിട്ടും നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം വരയ്ക്കാൻ പറ്റൂല. ഒരു ആംഗിളെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ, അതായത് ഒരു കോണ് നമുക്ക് ഫോം ചെയ്യിക്കാം. പക്ഷെ 3 ലൈൻസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം വരയ്ക്കാൻ പറ്റും. അതാണ് ട്രയാങ്കിൾ. അപ്പൊ ഏറ്റവും ചെറിയ പോളിഗൺ ഏതാണ്? ട്രയാങ്കിൾ അഥവാ ത്രികോണം. അതിന് 3 സൈഡ്സും ഉണ്ടാവും, 3 ആംഗിൾസും ഉണ്ടാവും. ഇനി അടുത്ത പോളിഗൺ ആണ് ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം. ഇതിന് 4 സൈഡ്സും ഉണ്ടാവും, 4 ആംഗിൾസും ഉണ്ടാവും. ഇനി ഇതിനേക്കാളും ഒരു സൈഡും ഒരു ആംഗിളും കൂടുതലായിരിക്കും പെന്റഗൺ അഥവാ പഞ്ചഭുജത്തിന്. ഇനി ഇതിനേക്കാളും ഒരു ആംഗിളും അതേപോലെ ഒരു സൈഡും കൂടുതലായിരിക്കും ഹെക്സഗൺ അഥവാ ഷഡ്ഭുജത്തിന്. ഇനി അടുത്ത പോളിഗൺ ഏതായിരിക്കും? 7 സൈഡ്സും 7 ആംഗിൾസും ഉള്ള പോളിഗൺ. അതിനെ നമ്മൾ ഹെപ്റ്റഗൺ എന്ന് പറയും, അതായത് സപ്തഭുജം. അത് കഴിഞ്ഞിട്ട് 8 വശങ്ങളും 8 കോണുകളും ഉള്ള പോളിഗണ്, അതിന് ഒക്ടഗൺ അഥവാ അഷ്ടഭുജം എന്ന് പറയും. അങ്ങനെ പോകും. ഇപ്പൊ പോളിഗണിന്റെ സൈഡ്സിന്റെ എണ്ണം എത്രയും ആകാം. 3 തൊട്ട് എത്ര സൈഡ്സ് ഉള്ള പോളിഗണും ആകാം. സൈഡ്സിന്റെ അഥവാ വശങ്ങളുടെ എണ്ണവും കോണുകളുടെ എണ്ണവും ഒരു പോളിഗണിനകത്ത് ഈക്വൽ ആയിരിക്കും. ഇനിയിപ്പോ ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ള ഈ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾക്കൊക്കെ വശങ്ങളുടെ നീളം ഡിഫറെന്റ് ആണ്. ഒരു പോളിഗണിനകത്ത് എല്ലാ സൈഡ്സും ഈക്വലും അതേപോലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ പോളിഗണിനെ നമ്മൾ റെഗുലർ പോളിഗൺ സമബഹുഭുജം എന്ന് പറയും. അപ്പൊ എങ്ങനെയായിരിക്കും ആ പോളിഗൺസ് ഒക്കെ ഉണ്ടാവുക? ഇവിടെ നോക്കൂ, 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയും. ഈ സമഭുജ ത്രികോണത്തിനകത്ത് ഇതിന്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതേപോലെ ഈ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതൊരു റെഗുലർ പോളിഗൺ ആണ്. അടുത്തത് സ്ക്വയർ. സ്ക്വയറിന്റെ 4 സൈഡ്സും അതായത് 4 വശങ്ങളും ഈക്വൽ ആയിരിക്കും, അതേപോലെ 4 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓരോ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതും ഒരു റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജാണ്. ഇനി അടുത്തത് ഏതാണ്? റെഗുലർ പെന്റഗൺ. ഇതിന്റെ 5 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതേപോലെ 5 ആംഗിൾസും 5 കോണുകളും ഈക്വൽ ആയിരിക്കും. ഇതും ഒരു റെഗുലർ പോളിഗൺ ആണ്. ഇനി അടുത്തത് റെഗുലർ ഹെക്സഗൺ, അതായത് സമഷഡ്ഭുജം. ഇതിന്റെ 6 സൈഡ്സും അതായത് 6 വശങ്ങളും ഈക്വൽ ആയിരിക്കും, 6 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതേപോലെ എല്ലാ ആംഗിൾസും തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയുള്ള പോളിഗണിനെ നമ്മൾ റെഗുലർ പോളിഗൺസ് അല്ലെങ്കിൽ സമബഹുഭുജങ്ങൾ എന്ന് പറയും. ഇപ്പൊ ഇവിടെ നോക്കൂ, ആദ്യത്തെ 2 പോളിഗൺസ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അതേപോലെ സ്ക്വയർ, ഇത് രണ്ടിനും നമ്മൾ വേറെ പേരാണ് കൊടുത്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പോളിഗണിനെ അതായത് റെഗുലർ പോളിഗൺസിനെയൊക്കെ നമ്മൾ ആ പോളിഗണിന്റെ പേരിന്റെ കൂടെ, അതായത് ആ പോളിഗണിന്റെ പേരിന്റെ ഫസ്റ്റിലൊരു റെഗുലർ കൂട്ടിയിട്ടാണ് പറയാ. ഇവിടെ നോക്കൂ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, പിന്നെ അടുത്തത് എന്താണ്? റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, റെഗുലർ ഒക്ടഗൺ, അങ്ങനെ പോകും. അപ്പൊ പോളിഗൺ എന്താന്നും അതേപോലെ റെഗുലർ പോളിഗൺസ് എന്താന്നും മനസ്സിലായല്ലോ. ഇനി ഈ പോളിഗൺസിന്റെ അതായത് ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനിവിടെ നോക്കൂ, ഫസ്റ്റത്തെ പോളിഗൺ ഏതാ? ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണല്ലോ, അത് നമുക്കറിയാം. ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് അല്ലേ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ് ട്രയാങ്കിളിന്റെ കേസിൽ. അതിന്റെ സം ഓഫ് ആംഗിൾസ് അഥവാ കോണുകളുടെ തുക എന്താണ്? 180 ഡിഗ്രിയാണ്. അതായത് ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആണെന്ന് കാണണം. അതിനിവിടെ നോക്കൂ, നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിന് ഒരു ഡയഗണൽ വരച്ചിട്ട് ഇതിനെ 2 ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യാലോ. അതായത് ഇതൊരു ട്രയാങ്കിൾ ആണ്, ആ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ്, ഈ 3 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി.
അടുത്തത് മുകളിലൊരു ട്രയാങ്കിളും ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എന്തായിരിക്കും? ഈ 180ഉം ഈ 180ഉം കൂടെ കൂട്ടിയാൽ പോരെ. അതായത് 180 പ്ലസ് 180 ഇസ് ഈക്വൽ ടു 2 പ്രാവശ്യം 180, അതായത് 2 ഇൻറ്റു 180 ഡിഗ്രി. ക്വാഡ്രിലാറ്ററലിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 4 അല്ലേ. ഇനി അടുത്തത് പെന്റഗൺ. പെന്റഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്. 5 വശങ്ങളാണ് പെന്റഗണിനുള്ളത്. ഇനി അതിന്റെ സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക എങ്ങനെ കാണാം? അതിനിതേ നമുക്ക് ഈ പെന്റഗണിന് ഒരു ഡയഗണൽ വരച്ചിട്ട് ഇതിന് ഒരു ട്രയാങ്കിളും ഒരു ക്വാഡ്രിലാറ്ററലും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാലോ. ദേ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതേപോലെ മുകളിലൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടല്ലോ, 4 സൈഡല്ലേ ഈ പോളിഗണിനുള്ളത്. ഇതിന്റെ 4 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ആംഗിൾസ് 2 ഇൻറ്റു 180 ഡിഗ്രിയാണ്. പെന്റഗണിന്റെ സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക, ഈ ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ആംഗിൾസ് പ്ലസ് ഈ ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ്. അതായത് ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ആംഗിൾസ് എന്താണ്? 2 ഇൻറ്റു 180 ഡിഗ്രി. അതിലേക്ക് എന്ത് ചെയ്യുക? ഈ ട്രയാങ്കിളിന്റെ ആംഗിളും കൂടെ ആഡ് ചെയ്യുക. 180 ഡിഗ്രി ഇസ് ഈക്വൽ ടു എത്ര വരും? 2 ഇൻറ്റു 180 പ്ലസ് 180 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം 180 ഡിഗ്രി അല്ലേ. അതായത് 3 ഇൻറ്റു 180 ഡിഗ്രി. ഇനി അടുത്തത് ഹെക്സഗൺ. 6 സൈഡുള്ള, അതായത് 6 വശങ്ങളുള്ള പോളിഗൺ. ഇനി ഇതിന്റെ സം ഓഫ് ആംഗിൾസ് എങ്ങനെ കാണാം? ഇതിനെ നമുക്കൊരു ഡയഗണൽ വരച്ചിട്ട് ഒരു ട്രയാങ്കിളും ഒരു പെന്റഗണും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാലോ. ദേ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി. മുകളിലൊരു പെന്റഗൺ കിട്ടും. ഈ പെന്റഗണിന്റെ 5 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ദേ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ പെന്റഗണിന്റെ സം ഓഫ് ആംഗിൾസ് 3 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ 3 ഇൻറ്റു 180 ഡിഗ്രി വരും. അപ്പം ഇനി ഇതിന്റെ സം ഓഫ് ആംഗിൾസ് കാണാൻ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ കൂട്ടുക. അതായത് ഈ പെന്റഗണിന്റെ ആംഗിൾസിന്റെ സമ്മും ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സമ്മും കൂടെ കൂട്ടുക. അപ്പം ഇവിടെ എന്ത് വരും? പെന്റഗണിന്റെ ആണെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു 180 ഡിഗ്രി പ്ലസ് അതിലേക്ക് ട്രയാങ്കിളിന്റെ ആംഗിൾ സമ്മ് കൂട്ടുക ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എത്ര പ്രാവശ്യം ഉണ്ട്? 3ഉം 1ഉം 4 പ്രാവശ്യം അല്ലേ. അതായത് 4 ഇൻറ്റു 180 ഡിഗ്രി. ഇനി ഒരു ഹെപ്റ്റഗൺ ആണെന്നുണ്ടെങ്കിലോ, സപ്തഭുജം, 7 സൈഡുള്ള 7 വശങ്ങളുള്ള പോളിഗൺ. ഇതിന്റെ സം ഓഫ് ആംഗിൾസ് എങ്ങനെ കാണാം? ഹെക്സഗണിന്റെ ആംഗിൾ സമ്മുക്ക് ട്രയാങ്കിളിന്റെ ആംഗിൾ സമ്മ് കൂട്ടിയാൽ മതി അല്ലേ. ഹെക്സഗണിന്റെ എന്താണ്? 4 ഇൻറ്റു 180 ഡിഗ്രി പ്ലസ് ട്രയാങ്കിളിൻ്റെത് 180 ഡിഗ്രി എത്ര വരും? 5 ഇൻറ്റു 180 ഡിഗ്രി വരും. ഇനി ഒക്ടഗൺ അഥവാ അഷ്ടഭുജ ആണെന്നുണ്ടെങ്കിലോ, 8 വശങ്ങളുള്ള പോളിഗൺ. അതിനെയാണ് നമ്മൾ ഒക്ടഗൺ അല്ലെങ്കിൽ അഷ്ടഭുജം എന്ന് പറയാം. 8 വശങ്ങളുള്ള പോളിഗൺ. ഇതിന്റെ സം ഓഫ് ആംഗിൾസ് എങ്ങനെ കാണാം? ഹെപ്റ്റഗണിന്റെ സം ഓഫ് ആംഗിൾസ്ക്ക് ട്രയാങ്കിളിന്റെ ആംഗിൾ സമ്മ് കൂട്ടുക. അപ്പൊ 5 ഇൻറ്റു 180 ഡിഗ്രിയിലേക്ക് ട്രയാങ്കിളിന്റെ ആംഗിൾ സമ്മ് 180 ഡിഗ്രി കൂട്ടുക. എത്ര വരും? 5ഉം 1ഉം 6, 6 ഇൻറ്റു 180 ഡിഗ്രി. അപ്പൊ ഇവിടെ നമ്മൾ 6 പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങളുടെ സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് n ആണെന്നുണ്ടെങ്കിൽ ആ പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ്, അതായത് കോണുകളുടെ തുക നമുക്ക് എങ്ങനെ കാണാം? ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് സൈഡ്സ് 3 ആയപ്പോൾ ഇവിടെ 1 കൊണ്ടല്ലേ 180നെ മൾട്ടിപ്ലൈ ചെയ്തത്. നമ്പർ ഓഫ് സൈഡ്സ് 4 ആയപ്പോൾ ഇവിടെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് 4നെക്കാളും 2 കുറവ് അല്ലേ. 4 മൈനസ് 2. ഇനി നമ്പർ ഓഫ് സൈഡ്സ് 5 ആയപ്പോൾ ഇവിടെ 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് 5നെക്കാളും 2 കുറവ്. ഇനി ഇവിടെ നോക്കൂ, ഹെക്സഗണിന്റെ സം ഓഫ് ആംഗിൾസ് എങ്ങനെയാ കണ്ടത്? അതായത് 6 വശങ്ങളുള്ള പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കാണാൻ ഇവിടെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് 6ന്ന് 2 കുറച്ചത്. അതേപോലെ ഹെപ്റ്റഗൺ 7 സൈഡുള്ള പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടത് ഇവിടെ 5 ഇൻറ്റു 180, അതായത് 7ന്ന് 2 കുറച്ചത്. ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിലോ 8 സൈഡുള്ള പോളിഗൺ ആണ്. അപ്പോൾ ഇവിടെ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്.
6 എന്ന് പറയുമ്പോൾ 8ന്ന് 2 കുറച്ചത്. അപ്പം ഇനി ഇവിടെ n സൈഡുള്ള പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സം ഓഫ് ആംഗിൾസ് നമുക്ക് എങ്ങനെ കാണാം? ഇവിടെ n-ന്ന് 2 കുറക്കുക, n-2, എന്നിട്ട് അതിനെ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഫോർമുല കിട്ടി. അതായത് സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ, ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? n ഈസ് നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഏത് പോളിഗണിൻ്റെയും സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഓഫ് 20 സൈഡ്സ്. 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണണം. അതായത് ആംഗിൾസിന്റെ സമ്മ്. അപ്പൊ നമ്മൾ ആംഗിൾ സമ്മ് കാണാൻ പഠിച്ച ഫോർമുല എന്താണ്? സം ഇസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ 20 സൈഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് n ഇസ് ഈക്വൽ ടു 20. ഇനി ഈ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n-ന്റെ സ്ഥാനത്ത് 20 കൊടുക്കുക. 20 - 2 ഇൻറ്റു 180 ഡിഗ്രി ഇസ് ഈക്വൽ ടു 20-ന്ന് 2 പോയാൽ 18. 18 ഇൻറ്റു 180 ഡിഗ്രി. അപ്പോൾ 18ഉം 18ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 8 ഇൻറ്റു 8 64-ന് 4, ബാക്കി 6. 1 ഇൻറ്റു 8 8, 8ക്ക് 6 കൂട്ടിയാൽ 14. 1 ഇൻറ്റു 8 8, 1 ഇൻറ്റു 1 1. ഇനി കൂട്ടുക 4. 8ക്ക് 4 കൂട്ടിയാൽ 12-ന് 2, ബാക്കി 1 ഉണ്ടാവും. 1 1 2, 2ക്ക് 1 കൂട്ടിയാൽ 3. അപ്പോൾ 324. ഇനി ഇവിടെ ഒരു 0 ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3240 ഡിഗ്രിയാണ് 20 സൈഡുള്ള ഒരു പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ്, അതായത് 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക വരിക. ഇനി നമുക്ക് നേരെ തിരിച്ചും ചോദിക്കാം. അതായത് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 900 ഡിഗ്രി. ഏതെങ്കിലും ബഹുഭുജത്തിലെ കോണുകളുടെ തുക 900 ഡിഗ്രി ആകുമോ? അതായത് ഒരു പോളിഗണിന്റെ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 900 ഡിഗ്രി ആകാമോ എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സം ഓഫ് ആംഗിൾസ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? സം ഇസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി. അതായത് ഈ സം എന്താകണം? 180ന്റെ ഒരു മൾട്ടിപ്പിൾ ആകണം. ഇവിടെ നമുക്ക് സമ്മ് തന്നിട്ടുള്ളത് എത്രയാണ്? 900 ഡിഗ്രിയാണ്. അപ്പൊ ഈ 900 ഡിഗ്രി 180ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ. 180ന്റെ മൾട്ടിപ്പിൾ ആണ് 900 ഡിഗ്രി എന്നുണ്ടെങ്കിൽ ഇതെന്താകാം? ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ തുകയാകാം. ഇനി 900 ഡിഗ്രി 180ന്റെ മൾട്ടിപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ 900 ഡിഗ്രി ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് ആകൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 900 180ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഈസ് 900 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി. ഇനി 900 180ന്റെ മൾട്ടിപ്പിൾ ആണോ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക? 900നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ 0 ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ 900 180ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. റിമൈൻഡർ 0 അല്ല കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ 900 180ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 900നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0യും 0യും ക്യാൻസൽ ചെയ്യാലോ. പിന്നെ എന്തുണ്ടാവും? 90/18 ഉണ്ടാവും. ഈ 90നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 10 എന്ന് എഴുതിക്കൂടെ? 18നെ ആണെന്നുണ്ടെങ്കിലോ 9 ഇൻറ്റു 2 എന്ന് എഴുതാം. 2 ഇൻറ്റു 9 18 അല്ലേ. ഇവിടെ 9ഉം 9ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ടാവും? 10/2 ഈക്വൽ ടു 5. അപ്പോൾ റിമൈൻഡർ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഈ 900നെ നമുക്ക് എങ്ങനെ എഴുതാം? 900 ഡിഗ്രി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 180 ഡിഗ്രി എന്ന് എഴുതാം. അതായത് 900 180ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ 900 ഡിഗ്രി ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക ആകാം. അപ്പൊ ഇത് 180ന്റെ മൾട്ടിപ്പിൾ ആയ കാരണം സോ ദർ ഈസ് എ പോളിഗൺ വിത്ത് സം ഓഫ് ദി ആംഗിൾസ് 900 ഡിഗ്രി. ഇനി ഈ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് അല്ലെങ്കിൽ വശങ്ങളുണ്ട് നമുക്ക് കാണണം. അതിനിവിടെ നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇവിടെ n-2ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? 5 അല്ലേ.
അതായത് n മൈനസ് 2 ഈക്വൽ ടു 5 ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ. അപ്പോൾ n ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ +2 ആയി മാറും. 5 + 2 അതായത് n ഇസ് ഈക്വൽ ടു 7. നമ്പർ ഓഫ് സൈഡ്സ് 7 ആണ് ഉണ്ടാവുക പോളിഗണിന്. അതായത് അതൊരു ഹെപ്റ്റഗൺ, സപ്തഭുജമായിരിക്കും. ഇനി ഈ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.